വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒഡീഷ സംസ്ഥാനത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. 18ഓളം സംസ്ഥാനങ്ങൾ നമ്മൾ ഇപ്പോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു ഈ 18 സംസ്ഥാനങ്ങളും കേട്ടോ. അപ്പൊ ഒഡീഷയിലേക്ക് കടക്കാം. ഒഡീഷ എന്ന് പറയുന്ന സംസ്ഥാനം 1956 നവംബർ 1 നിലവിൽ വന്നു. ഇപ്പൊ കേരളം നിലവിൽ വന്ന വർഷം തന്നെ അല്ലെ, 1956 നവംബർ 1 ഒഡീഷ സംസ്ഥാനവും നിലവിൽ വരികയാണ്. പണ്ട് കാലത്ത് ഒഡീഷ കലിംഗ, ഉത്കല എന്ന പേരിലൊക്കെ അത്രേ അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഒഡീഷ സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പൊക്കെ പ്രാചീന കാലത്ത് സംസ്ഥാനങ്ങൾ നമ്മുടെ രാജാക്കന്മാരൊക്കെ ഭരിക്കുന്ന സമയത്ത് ഉത്കല, കലിംഗ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് ഏത് തന്നെയാണ്? ഈ ഒഡീഷ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി ഒറീസ എന്ന പേരിലായിരുന്നു ഇത്. അത് ഒഡീഷ എന്ന പേരാക്കി മാറ്റിയത് 2011 മുതലാണ്. അപ്പൊ നമ്മൾ ഒറീസ എന്നാണ് ഇപ്പോഴും പലരും ആദ്യം വരിക ഒറീസ എന്നാണ്. കാരണം നമ്മൾ അങ്ങനെ പഠിച്ച് ശീലിച്ചു അല്ലെ. അപ്പൊ 2011 തൊട്ട് ഒറീസ എന്ന പേര് മാറ്റി ഒഡീഷ എന്ന പേര് വന്നു. ഈ ഒഡീഷയുടെ ആദ്യകാല തലസ്ഥാനം കട്ടക്ക് ആയിരുന്നു അത്രേ. കട്ടക്ക് എന്ന് പറയുന്ന സ്ഥലം കേട്ടിട്ടില്ലേ നിങ്ങള്? അതായിരുന്നു ആദ്യത്തെ തലസ്ഥാനം. ഇപ്പോ കട്ടക്ക് നിയമ തലസ്ഥാനാണ്, ഒഡീഷയുടെ നിയമ തലസ്ഥാനാണ്. ഒഡീഷയുടെ തലസ്ഥാനം ഇപ്പൊ ചോദിക്കുക വെച്ചാൽ ഭുവനേശ്വറാണ് പറയാ. ഒഡീഷയുടെ തലസ്ഥാനം ഭുവനേശ്വറാണ്. ആദ്യകാല തലസ്ഥാനം കട്ടക്കാണ്. നിയമ തലസ്ഥാനം ഇപ്പോ കട്ടക്കാണ്. വ്യാവസായിക തലസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ റൂർക്കേല പറയും. വ്യാവസായിക തലസ്ഥാനം ഏതാണ്? റൂർക്കേലയാണ് എന്ന് ഓർക്കുക. അതുപോലെ തന്നെ ഒഡീഷയുടെ ഹൈക്കോടതി കട്ടക്കിൽ കാണപ്പെടുന്നത്. ഒഡീഷയുടെ ഹൈക്കോടതി എവിടെയാണ്? കട്ടക്കിലാണ് കേട്ടോ. ഒഡീഷയുടെ നൃത്തരൂപം ഏതാണ്? എല്ലാവർക്കും അറിയാം, ഒഡീസിയാണ് നൃത്തരൂപം. അതുപോലെ തന്നെ ഇവിടെ ഒരു ആഘോഷമുണ്ട്. ആ ആഘോഷത്തിന്റെ പേര് ബാലി യാത്ര എന്നാണ്. ഒഡീഷക്കാരുടെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ബാലി യാത്ര. ഇത് കൂടാതെ അവിടെ ഒരു സംഗീത ഉത്സവം നടക്കുന്നുണ്ട്. ആ സംഗീത ഉത്സവത്തിന്റെ പേര് രാജാ റാണി എന്നാണ്. അപ്പൊ രാജാ റാണി സംഗീത ഉത്സവം, ബാലി യാത്ര എന്ന് പറയുന്ന ആഘോഷം ഒക്കെ നടക്കുന്നത് ഒഡീഷ സംസ്ഥാനത്താണ്. ഒഡീഷ സംസ്ഥാനത്തിന്റെ പുഷ്പം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഔദ്യോഗിക പുഷ്പം അശോകയാണ്, അശോക പുഷ്പമാണ്. അതുപോലെ തന്നെ സംസ്ഥാന മൃഗം സംഭാറാണ്. സംസ്ഥാന മൃഗം ഏതാണ്? സംഭാറാണ്. സംസ്ഥാന പക്ഷി ഇന്ത്യൻ റോളറാണ്. സംസ്ഥാന പക്ഷി ഇന്ത്യൻ റോളറാണ്. ഇനി നമ്മൾ പറഞ്ഞു പ്രാചീന കാലത്ത് കലിംഗ, ഉത്കല എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ പണ്ട് കാലത്ത് തപാൽ സംവിധാനത്തിന് പ്രാവുകളെ ഇവര് ഉപയോഗിച്ചിരുന്നു. അപ്പൊ തപാൽ സംവിധാനത്തിന് പ്രാവുകളെ ഉപയോഗിച്ചിരുന്ന സംസ്ഥാനം ഒഡീഷയാണ്. അതുപോലെ തന്നെ വൈദ്യുതി ഉണ്ടല്ലോ, ഈ വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യണതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണതും, ഇലക്ട്രിസിറ്റിയുടെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും പ്രൈവറ്റൈസ് ചെയ്ത ആദ്യ സംസ്ഥാനമാണ്. അവിടെ ഇലക്ട്രിസിറ്റി പ്രൈവറ്റ്, സ്വകാര്യ മേഖലയിലാണ്. അപ്പൊ നമ്മളുടെ ഒക്കെ ആണെങ്കിൽ അത് ഗവൺമെന്റിന്റെ കീഴിലാണല്ലോ. അപ്പൊ പ്രൈവറ്റൈസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനമാണ്. അതുപോലെ തന്നെ പിന്നെ അടുത്തത് പറയുന്നത് ശതമാന അടിസ്ഥാനത്തില് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സംസ്ഥാനമാണ്. അപ്പൊ അത്രയും അധികം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പൊ ശതമാനാടിസ്ഥാനം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ശതമാനാടിസ്ഥാനത്തിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആൾക്കാർ കൂടുതലുള്ളത് ഒഡീഷയിലാണ്. രാജ്യത്തെ ആദ്യത്തെ ഫയർ പാർക്ക് നിലവിൽ വന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ ഒഡീഷയാണ്. രാജ്യത്തെ ആദ്യത്തെ ഫയർ പാർക്ക് നിലവിൽ വന്നത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഒഡീഷയാണ്. അതുപോലെ തന്നെ ഒരു റോഡ് സുരക്ഷ പദ്ധതി അവര് ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ പേര് രക്ഷക് എന്നാണ്. അപ്പൊ രക്ഷക് എന്ന പേരിൽ ഒരു റോഡ് സുരക്ഷാ പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ഏത് പേരാ പറയേണ്ടത്? ഒഡീഷയുടെ പേര് തന്നെയാ പറയേണ്ടത്. പിന്നെ അടുത്തത് ഒരു ഇരുമ്പുരുക്ക് നിർമ്മാണശാലയുണ്ട് ഒഡീഷയിൽ. അതിന്റെ പേര് റൂർക്കേല എന്നാണ്. റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഒഡീഷയിലാണ്. ഒരു തെർമൽ പവർ സ്റ്റേഷൻ ഉണ്ട്. അതിന്റെ പേര് താൽച്ചർ എന്നാണ്. അപ്പൊ താൽച്ചർ തെർമൽ പവർ സ്റ്റേഷൻ, റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല, അതുപോലെ തന്നെ വളരെ പ്രസിദ്ധമായ പാരദീപ് തുറമുഖം, ഇതൊക്കെ അവിടെ കാണപ്പെടുന്നു, ഒഡീഷയില് കാണപ്പെടുന്നു എന്ന് ഓർത്തുവെക്കാം. ഇനി നമ്മൾ പറഞ്ഞു ഒഡീഷയുടെ തലസ്ഥാനം ഭുവനേശ്വർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഏത്? ഭുവനേശ്വർ എന്ന് പറയുന്നത്. ഒഡീഷയിലെ തന്നെ ഏറ്റവും വലിയ നഗരമാണ് ഭുവനേശ്വർ. ക്ഷേത്ര നഗരം എന്നും കത്തീഡ്രൽ സിറ്റി എന്നൊക്കെ ഭുവനേശ്വറിനെ വിളിക്കുന്നുണ്ട്. അപ്പൊ ക്ഷേത്ര നഗരം, കത്തീഡ്രൽ സിറ്റി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വർ ഒഡീഷയിലെ ഏറ്റവും വലിയ നഗരമാണ്. ഇവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് സ്ഥിതി ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് എവിടെയാണ്? ഒഡീഷയിലെ ഭുവനേശ്വറിലാണ്. അതുപോലെ തന്നെ
ഉത്കൽ യൂണിവേഴ്സിറ്റി ഒഡീഷയിലെ ഭുവനേശ്വറിലാണ്. ഉത്കൽ യൂണിവേഴ്സിറ്റി ഒഡീഷയിലെ ഭുവനേശ്വറിലാണ്. ഇനി അടുത്തത് ഒഡീഷ സ്റ്റേറ്റ് മ്യൂസിയം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഭുവനേശ്വറിലാ പറയാം. ഒഡീഷ സ്റ്റേറ്റ് മ്യൂസിയം, ഉത്കൽ യൂണിവേഴ്സിറ്റി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ്, ഇതൊക്കെ ഒഡീഷയില് ഭുവനേശ്വറിൽ കാണപ്പെടുന്നു. കൂടാതെ ബിജു പട്നായിക്കിന്റെ പേരില് ഒരു ഇന്റർനാഷണൽ എയർപോർട്ടും എവിടെയുണ്ട്? ഭുവനേശ്വറിലുണ്ട്. ബിജു പട്നായിക് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? നമ്മുടെ ഭുവനേശ്വറാണ്. ഇനി ഭുവനേശ്വറിൽ രണ്ട് പ്രസിദ്ധമായിട്ടുള്ള ഗുഹകൾ കാണപ്പെടുന്നു. ഒന്നിന്റെ പേര് ഉദയഗിരി ഗുഹകൾ എന്നും അടുത്തതിന്റെ പേര് ഗന്ധഗിരി ഗുഹകൾ എന്നുമാണ്. അപ്പൊ ഉദയഗിരി ഗുഹകൾ, ഗന്ധഗിരി ഗുഹകൾ ഒക്കെ എവിടെ കാണപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭുവനേശ്വറിലാണ് എന്ന് ഓർത്തു വെക്കുക. ഇനി നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സ്ഥലമാണ് ഒഡീഷയിലെ പുരി, അല്ലെ? ആ പുരിയുടെ പുരി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ വരിക ഒന്ന് കൊണാർക്ക് സൂര്യക്ഷേത്രം, അതുപോലെ ജഗന്നാഥ ക്ഷേത്രം, അതുപോലെ തന്നെ നമ്മുടെ ശ്രീ ശങ്കരാചാര്യർ കിഴക്ക് ഭാഗത്ത് സ്ഥാപിച്ച ഗോവർദ്ധന മഠം, ഇതൊക്കെ ഒഡീഷയിലെ പുരിയിലാണ് കേട്ടോ. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? കൊണാർക്ക് ക്ഷേത്രം ഉണ്ട്, അല്ലെ? കൊണാർക്ക് സൂര്യക്ഷേത്രം ഉണ്ട്, കറുത്ത പഗോഡ. ഞാൻ പഗോഡകളുടെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിൽ പറഞ്ഞിട്ടുണ്ടായി കൊണാർക്ക് ക്ഷേത്രം കറുത്ത പഗോഡ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. അത് ലോക പൈതൃക പട്ടികയുടെ ലിസ്റ്റിലുള്ള ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തപ്പോ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ജഗന്നാഥ ക്ഷേത്രം, പുരിയിൽ ഒരു ജഗന്നാഥ ക്ഷേത്രം ഉണ്ട്. പിന്നെ കൊണാർക്ക് സൂര്യക്ഷേത്രം പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഇവിടെ കല്ലുകളുടെ ഭാഷ മനുഷ്യന്റെ ഭാഷയെ നിർവീര്യമാക്കുന്നു എന്ന് ടാഗോർ വിശേഷിപ്പിച്ച ക്ഷേത്രം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊണാർക്ക് സൂര്യക്ഷേത്രമാണ്. ഇവിടെ കല്ലുകളുടെ ഭാഷ മനുഷ്യന്റെ ഭാഷയെ നിർവീര്യമാക്കുന്നു. ഇവിടെ കല്ലുകളുടെ ഭാഷ മനുഷ്യന്റെ ഭാഷയെ നിർവീര്യമാക്കുന്നു എന്ന് ടാഗോർ വിശേഷിപ്പിച്ച ക്ഷേത്രം ഏതാണ്? കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് എന്ന് ഓർത്തുവെക്കാം. ഇനി നമ്മൾ പറയണ്ടായി നേരത്തെ ഒഡീഷയുടെ വ്യാവസായിക തലസ്ഥാനം റൂർക്കേലയാണ്. റൂർക്കേല എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും മുമ്പ് ഓർമ്മ വരിക വ്യവസായിക തലസ്ഥാനം എന്നുള്ളതല്ല, ഒരു ഇരുമ്പുരുക്കുശാല റൂർക്കേലയിലുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കാറ് ഈ ഇരുമ്പുരുക്കുശാല ഏത് രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഇന്ത്യയിൽ നിർമ്മിച്ചത്? ജർമ്മനി. അപ്പൊ ജർമ്മനിയുടെ സഹായത്തോടു കൂടി ഒഡീഷയിൽ നിർമ്മിച്ച ഇരുമ്പുരുക്കുശാലയുടെ പേര് റൂർക്കേല ഇരുമ്പുരുക്കുശാല എന്നാണ്. അതുപോലെ തന്നെ പിന്നെ ഇവിടെ ബിജു പട്നായിക്കിന്റെ പേരില് ഒരു യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ഉണ്ട്. അതുപോലെ തന്നെ ഹോക്കി സ്റ്റേഡിയം ഉണ്ട്. അപ്പൊ ബിജു പട്നായിക്കിന്റെ പേരിൽ ഹോക്കി സ്റ്റേഡിയവും യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയും സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലെ വ്യാവസായിക തലസ്ഥാനമായ റൂർക്കേല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി ഒഡീഷയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു സ്ഥലമാണ്, നമ്മൾ പറഞ്ഞു നിയമ തലസ്ഥാനമാണ് കട്ടക്ക്, അല്ലെ? ഇപ്പൊ മില്ലേനിയം സിറ്റി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഈ കട്ടക്ക് മഹാനദിയുടെ തീരത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ മില്ലേനിയം സിറ്റി എന്ന് വിശേഷിപ്പിക്കുന്നത് ഒഡീഷയിലെ കട്ടക്കിനെയാണ്. അത് മഹാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഈ കട്ടക്കിലാണ് കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം കാണപ്പെടുന്നത്. നമ്മള് കേരളത്തിലെ പട്ടാമ്പി, മാങ്കൊമ്പ്, കായംകുളം, വൈറ്റില തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ ഉണ്ടെന്ന് പഠിക്കില്ലേ? അപ്പൊ അതുപോലെ തന്നെ ദേശീയ നെല്ല് ഗവേഷണ കേന്ദ്രം ഒഡീഷയിലെ കട്ടക്കിലാണ്. ഈ കട്ടക്കിനെയും അതുപോലെ തന്നെ ഭുവനേശ്വറിനെയും നമ്മൾ വിളിക്കുന്നത് ഇരട്ട നഗരങ്ങൾ എന്നാണ്. ഇരട്ട നഗരങ്ങൾ എന്നറിയപ്പെടുന്ന രണ്ട് നഗരങ്ങളാണ് ഒഡീഷയിലെ ഏത്? കട്ടക്കും ഭുവനേശ്വരും എന്ന് ഓർത്തു വെക്കുക. ഇനി കട്ടക്കില് ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം തന്നെ ഉണ്ട്. അതിന്റെ പേര് ബരാവതി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നാണ്. അപ്പൊ ബരാവതി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം എവിടെയാ കാണുന്നത്? കട്ടക്കിലാണ് കാണുന്നതെന്ന് ഓർക്കുക. ഇനി അടുത്തത് കട്ടക്കില് ഇവിടെയൊക്കെ കൂടുതൽ ബിജു പട്നായിക്കിന്റെ പേരിലുള്ള സ്ഥാപനങ്ങളാണ്, അല്ലെ? ബിജു പട്നായിക്കിന്റെ പേരില് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ബിജു പട്നായിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ എവിടെയാണ്? കട്ടക്കിലാണ്. ബിജു പട്നായിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ എവിടെയാണ്? കട്ടക്കിലാണ്. അപ്പൊ നമ്മൾ കട്ടക്ക്, അതുപോലെ പുരി, റൂർക്കേല, ഭുവനേശ്വർ എന്നീ പറയുന്ന സ്ഥലങ്ങളുടെയൊക്കെ പ്രത്യേകതകൾ പഠിച്ചു, അല്ലെ? ഇനി കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു ഇവിടെ കല്ലുകളുടെ ഭാഷ മനുഷ്യന്റെ ഭാഷയെ നിർവീര്യമാക്കുന്നു, കറുത്ത പഗോഡ എന്ന് അറിയപ്പെടുന്നു, അല്ലെ? പുരിയിലാണ് കാണപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി പറയാണ് നമ്മുടെ പുതിയ 10 രൂപ നോട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ 10 രൂപ നോട്ടില് ആലേഖനം ചെയ്തിരിക്കുന്നത് കൊണാർക്കിലെ സൂര്യക്ഷേത്രാണ്. 10 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് ഏതാണ്? കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് എന്ന് ഓർത്തു വെക്കുക.
അതുപോലെ തന്നെ ഇനി ഒഡീഷയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് വീലർ ദ്വീപിൽ വീലർ ദ്വീപ് അല്ലെ. വീലർ ദ്വീപ് അവിടെ ഈ വീലർ ദ്വീപിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രമായ ചാന്ദിപൂർ വീലർ ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഒഡീഷയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ദ്വീപ് അല്ലെങ്കിൽ പ്ലേസ് എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്നത് വീലർ ദ്വീപാണ്. ഇപ്പൊ വീലർ ദ്വീപ് എന്ന് പറഞ്ഞാൽ പലർക്കും അറിയില്ല. ഇപ്പൊ അതിന് അബ്ദുൽ കലാം ദ്വീപ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അബ്ദുൽ കലാം ദ്വീപും വീലർ ദ്വീപും ഒന്ന് തന്നെയാണ്. ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രമായ ചാന്ദിപൂർ എവിടെയാണ്? ഈ വീലർ ദ്വീപിലാണ് എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഒഡീഷയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള നദിയാണ് മഹാനദി. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടായ ഹീരാക്കുഡ് അണക്കെട്ട് മഹാനദിയിലാണ്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, നദികളൊക്കെ എടുത്തിട്ടുള്ള. അപ്പോ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടായിട്ടുള്ള ഹീരാക്കുഡ് മഹാനദിയിലാണ്. ആ മഹാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പട്ടണത്തിന്റെ പേരാണ് സാമ്പൽപൂർ. ഏതാണ്? സാമ്പൽപൂർ. മഹാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പട്ടണത്തിന്റെ പേര് സാമ്പൽപൂർ ആണ്. ഈ സാമ്പൽപൂരിൽ ബോക്സൈറ്റ് നിക്ഷേപം ധാരാളം കാണുന്നു. അപ്പൊ ബോക്സൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് സാമ്പൽപൂർ കേട്ടോ. അതുപോലെ തന്നെ അവിടെ ഒരു ക്ഷേത്രം ഉണ്ട് അത്രേ, ഈ സാമ്പൽപൂര്. അവിടെ നമ്മുടെ മഹാത്മാഗാന്ധിയെ, നമ്മുടെ ഗാന്ധിജിയെ, നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ ആദരിക്കുന്ന ക്ഷേത്രമാണ്. അദ്ദേഹത്തെ ആദരിക്കല്ല, ആരാധിക്കുന്ന ക്ഷേത്രമാണ്. അതുപോലെ തന്നെ ഒഡീഷയിലാണ് ചാന്ദിപൂർ ബീച്ച്, പൂരി ബീച്ച്, ഗോപാൽപൂർ ബീച്ച് ഒക്കെ കാണപ്പെടുന്നത്. അപ്പൊ ഒഡീഷയിലെ പ്രധാനപ്പെട്ട ബീച്ചുകളാണ് ഗോപാൽപൂർ ബീച്ച്, പൂരി ബീച്ച്, ചാന്ദിപൂർ ബീച്ച് തുടങ്ങിയവ. ഇനി ഗാഹിർ മാതാ തീരം, ഒഡീഷയിൽ തന്നെയാണ് ഒരു ഗാഹിർ മാതാ തീരം കാണപ്പെടുന്നത്. എന്താണ് ഗാഹിർ മാതാ തീരത്തിന്റെ പ്രത്യേകത? അതിനെ ടർട്ടിൽ സാങ്ച്വറി എന്നാണ് വിളിക്കുന്നത്. ടർട്ടിൽ സാങ്ച്വറി എന്നറിയപ്പെടുന്ന ഗാഹിർ മാതാ തീരവും ഒഡീഷയിലാണ്. കടലാമകൾ ഉണ്ടല്ലോ, അവരുടെ സംരക്ഷണത്തിനായിട്ട് ആരംഭിച്ച ഓപ്പറേഷൻ ഒലീവിയ എന്ന് പറയുന്ന പ്രോജക്റ്റ്, ഓപ്പറേഷൻ ഒലീവിയ ഈ ഗാഹിർ മാതാ തീരത്താണ് നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്നത്. തെക്കേ അമേരിക്കയിൽ നിന്ന് എല്ലാ വർഷവും കുറേയധികം ഒലീവ് റീഡിലി കടലാമ്പുകള് ഈ ഗാഹിർ മാതാ തീരത്ത് എത്തൂത്രേ. അവയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ ഒലീവിയ എന്ന് പറയുന്ന ഒരു പദ്ധതി തന്നെ ഒഡീഷ ഗവൺമെന്റ് കൊണ്ടുവന്നത് എന്ന് ഓർത്തുവെക്കണം. ഇനി ഒഡീഷയിലുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള വന്യജീവി സങ്കേതങ്ങളുടെ പേരുകളാണ് രണ്ടെണ്ണം. ഒന്ന് ഗാഹിർ മാത എന്നും അടുത്ത നന്ദൻകാനൻ. അപ്പൊ നന്ദൻകാനൻ എപ്പോഴും ചോദിക്കാറുണ്ട്. നന്ദൻകാനൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി, അതുപോലെ ഗാഹിർ മാത ഒക്കെ നമ്മുടെ ഒഡീഷയിലാണ്. പിന്നെ ബിട്ടാർഗനിക ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ബിട്ടാർഗനിക, സിംലിപാൽ കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഈ ബിട്ടാർഗനികയും സിംലിപാലും രണ്ട് നാഷണൽ പാർക്കുകളാണ്, അതും ഒഡീഷയിലാണ്. ബിട്ടാർഗനികയും സിംലിപാലും. ഇനി ഈ സിംലിപാല് ഒരു ടൈഗർ റിസർവ് കൂടിയാണ്, നാഷണൽ പാർക്കാണ്, ഒരു ടൈഗർ റിസർവ് ആണ്. അതുപോലെ അവിടെ കാട്ടുതീ പടർന്നു പിടിച്ച് കുറേയധികം നാശനഷ്ടം ഉണ്ടായിരുന്നു. അപ്പൊ കാട്ടുതീ പടർന്നു പിടിച്ച് നാശനഷ്ടം ഉണ്ടാക്കിയ നമ്മുടെ സിംലിപാൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീഷയിലാണ് എന്ന് പറയും. അതുപോലെ തന്നെ പിന്നെ അടുത്തത് കർലാപ്പത്ത് എന്ന് പറയുന്ന ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. അതിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ആനകള് ഇവിടെ ചത്തുവീഴുണ്ടായി ഈ വന്യജീവി സങ്കേതത്തില്. ഹെമറേജിക് സെപ്റ്റിസീമിയ എന്ന് പറയുന്ന ഒരു രോഗം ബാധിച്ച് ധാരാളം ആനകൾ ചത്തുവീണ് ഒഡീഷയിലെ വന്യജീവി സങ്കേതത്തിന്റെ പേരാണ് കർലാപ്പത്ത് വന്യജീവി സങ്കേതം. ഇനി ഒഡീഷയിൽ ഒരു ബയോസ്ഫിയർ റിസർവ്, അതിന്റെ പേര് മഹേന്ദ്രഗിരി ബയോസ്ഫിയർ റിസർവ്. എന്താണ്? മഹേന്ദ്രഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. അതും ഓർത്തു വെക്കുക കേട്ടോ. ഇനി ഒഡീഷയുടെ വേറൊരു പ്രത്യേകത, കന്നുകാലികൾക്കുണ്ടല്ലോ, കന്നുകാലികൾക്ക് വേണ്ടിയിട്ട് ബ്ലഡ് ബാങ്ക് നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അത്രേ. കന്നുകാലികൾക്ക് വേണ്ടിയിട്ട് ബ്ലഡ് ബാങ്ക് നിലവിൽ വന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, വിദ്യാർത്ഥിനികൾക്കായിട്ട് സാനിറ്ററി നാപ്കിൻ നൽകുന്നതിന് വേണ്ടി ഖുഷി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഒഡീഷയാണ് കേട്ടോ. വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ട് സാനിറ്ററി നാപ്കിൻ കൊടുക്കാൻ ഖുഷി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതന്നെയാണ്? ഒഡീഷയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രൈബൽ ഹെൽത്ത് ഒബ്സർവേറ്ററി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രൈബൽ ഹെൽത്ത് ഒബ്സർവേറ്ററി ഒഡീഷയിലാണ്. രാജ്യത്തെ തന്നെ ആദ്യത്തെ തണ്ടർ സ്റ്റോം റിസർച്ച് ടെസ്റ്റ് ബെഡും ഒഡീഷയിലാണ്. രാജ്യത്തെ ആദ്യത്തെ തണ്ടർ സ്റ്റോം റിസർച്ച് ടെസ്റ്റ് ബെഡ് ഒഡീഷയിലെ ബാലസോറിലാണ് കൊണ്ടുവരുന്നത്. ഒഡീഷയിലെ
ബാലസോർ. അടുത്തത്, എല്ലാ ജില്ലകളിലും ഡിസ്ട്രിക്ട് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ഏജൻസികൾ രൂപം നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഒഡീഷ. എല്ലാ ജില്ലകളിലും ഡിസ്ട്രിക്ട് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ഏജൻസികൾ രൂപം നൽകാൻ തീരുമാനിച്ച സംസ്ഥാനവും ഏതന്നെയാണ്? ഒഡീഷയിലാണ്. ഇനി ഒഡീഷയിലെ രണ്ട് പ്രധാനപ്പെട്ട ഇരുമ്പയിരുഖനികൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ, ഒന്ന് ഗുവാലി ഇരുമ്പയിരുഖനി. ഏതാണ്? ഗുവാലി. അടുത്തത് ജിലിൻ ലാൻഗ്ലോട്ട. ജിലിൻ ലാൻഗ്ലോട്ട ഇരുമ്പയിരുഖനി. ജിലിൻ ലാൻഗ്ലോട്ട ഇരുമ്പയിരുഖനി, ഗുവാലി ഇരുമ്പയിരുഖനി, ഇതൊക്കെ എവിടെയാണ്? ഒഡീഷയിലാണ് കേട്ടോ. അതുപോലെ നമ്മള് കുറെ സ്ഥാപനങ്ങൾ പറഞ്ഞു. അപ്പൊ ബിജു പട്നായിക്കിന്റെ പേര് പറഞ്ഞു. അപ്പൊ ബിജു പട്നായിക് ഒഡീഷക്കാരനാണ്. കേളു ചരൺ മഹാപാത്ര, പ്രതിഭ റേ, അതുപോലെ സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ തന്നെ ഒഡീഷക്കാരാണ് എന്നും കൂടി ഒന്ന് ഓർത്തു വെച്ചോളാം. അതുപോലെ ഒഡീഷയുടെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നത് ഒഡീഷയുടെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയായ നന്ദിനി സത്പതിയാണ്. ഒഡീഷയുടെ ഉരുക്ക് വനിത നന്ദിനി സത്പതി. ഇനി ചിൽക്ക തടാകം കേട്ടിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക തടാകം. അത് ഒഡീഷയിലാണ്. അതുപോലെ തന്നെ ഈ ചിൽക്ക തടാകത്തിലാണ് ഹണിമൂൺ ദ്വീപ്, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപുകള്, ബേർഡ് ഐലൻഡ് തുടങ്ങിയവ കാണപ്പെടുന്നത്. അപ്പൊ ഹണിമൂൺ ദ്വീപ്, ബ്രേക്ക്ഫാസ്റ്റ് ഐലൻഡ്, അതുപോലെ തന്നെ ബേർഡ് ഐലൻഡ് ഒക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? ചിൽക്ക തടാകത്തിലാണ് എന്ന് ഓർത്തു വയ്ക്കാം. ഇനി ഒരു ഭൂമിപുത്ര എന്ന് പറയുന്ന പുരസ്കാരമുണ്ട്. അത് കൊടുക്കുന്നത് ഇന്തോനേഷ്യൻ ഗവൺമെന്റ് ആണ്. ആ ഇന്തോനേഷ്യൻ ഗവൺമെന്റിന്റെ ഭൂമിപുത്ര പുരസ്കാരം ലഭിച്ച ഒഡീഷയിലെ മുഖ്യമന്ത്രിയാണ് ആരായിരിക്കും? ബിജു പട്നായിക്. അപ്പൊ ബിജു പട്നായിക്കിന് ഇന്തോനേഷ്യൻ ഗവൺമെന്റിന്റെ ഭൂമിപുത്ര പുരസ്കാരം കിട്ടിയിട്ട് എന്ന് ഓർത്തു വയ്ക്കാം. ഇനി സഫൽ എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ കാർഷിക വായ്പാ പോർട്ടലാണ്. അത് ഒഡീഷയിലെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ കാർഷിക വായ്പാ പോർട്ടലാണ് സഫൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ കാർഷിക വായ്പാ പോർട്ടലാണ് സഫൽ കേട്ടോ. അതുപോലെ തന്നെ കോരാപുട്ട് അലുമിനിയം പ്രോജക്റ്റ്, കോരാപുട്ട് അലുമിനിയം പ്രോജക്റ്റ് ഏത് സംസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഡീഷയിലാണ്. ഇനി ഇതുപോലെ തന്നെ നമ്മളിപ്പോ നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒക്കെ പറഞ്ഞതാണ്. പല നാഷണൽ പാർക്കുകളെ കുറിച്ചും വൈൽഡ് ലൈഫ് സാങ്ച്വറികളെ കുറിച്ചും പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ നന്ദൻകാനൻ എന്ന് പറയുന്ന ഒരു ടൈഗർ റിസർവ് ഉണ്ട്. നന്ദൻകാനൻ എന്ന് പറയുന്ന ഒരു ടൈഗർ റിസർവ് ഉണ്ട്. ഈ നന്ദൻകാനൻ ടൈഗർ റിസർവിന്റെ പ്രത്യേകത, നമ്മളിപ്പോ കാട്ടുതീ വളരെ പ്രശ്നം ഉണ്ടാക്കിയത് സിംഗ്ലീപാലാണ് ടൈഗർ റിസർവ് എന്ന് പറഞ്ഞു. നന്ദൻകാനന്റെ പ്രത്യേകത അവിടെ വെളുത്ത കടുവകളാണ് കാണപ്പെടുന്നത്. അപ്പൊ വെള്ളക്കടുവകൾ കാണപ്പെടുന്ന ടൈഗർ റിസർവ് ഏതാണെന്ന് ചോദിച്ചാൽ ഒഡീഷയിലെ നന്ദൻകാനൻ. ഏതാണ്? ഒഡീഷയിലെ നന്ദൻകാനനാണ് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ ഇത്രയാണ് ഒഡീഷ സംസ്ഥാനത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോ ക്ലാസ് ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കുറച്ചധികം ഉണ്ട് ഇപ്പൊ പറയുന്നത്. ഇപ്പൊ ഇനി നമ്മള് ഓരോ സംസ്ഥാനങ്ങളും ഇപ്പൊ 2-3 ദിവസമായിട്ട് പറയുന്ന സംസ്ഥാനങ്ങളൊക്കെ അത്യാവശ്യം നന്നായി പഠിക്കാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിച്ചു പോവാ കേട്ടോ. ക്ലാസ് കേട്ടിട്ട് കുറച്ചധികം പോയിന്റ് ഉണ്ട്, അപ്പൊ അത് ശരിയാവില്ല എന്നുള്ളവർ നോട്ട് എഴുതിയെടുത്ത് തന്നെ, ക്ലാസ് കേട്ട് നോട്ട് എഴുതിയെടുത്ത് തന്നെ പഠിച്ചു പോവാ കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.